ഒരു കൊലയാളി, ഓരോ നീക്കവും കൃത്യമായി പ്ലാൻ ചെയ്യുന്നവൻ, പോലീസിനേക്കാൾ ഒരു പടി മുന്നിൽ നടക്കുന്നവൻ. വീണ്ടും ഒരു കൊലപാതകം നടന്നു. ഈ തവണ ഇര പോലീസ് സൂപ്രണ്ട്. കൊലയാളി എന്ന കുറ്റാന്വേഷണ കഥയുടെ ഓഡിയോ ആവിഷ്കാരം 35-ാം ഭാഗം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കണേ. കൊലയാളി വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. ഈ തവണ ഇരയായത് ആരാണെന്ന് കേട്ടാൽ ഞെട്ടും. കുറേ ദിവസമായി ഏതു നിമിഷവും സംഭവിച്ചേക്കാം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന കാര്യം സംഭവിച്ചു എന്ന് തോന്നുന്നു. കൊലയാളിയുടെ ടൈം ടേബിൾ വെച്ച് നോക്കുമ്പോൾ അതാകാനാണ് സാധ്യത. മോഹനൻ സാറിൻ്റെ കോൾ 2-3 എണ്ണം തുടർച്ചയായി വന്നിട്ടുണ്ട്. വെറുതെ എന്താണെങ്കിലും സാർ ഒന്നിൽ കൂടുതൽ തവണ വിളിക്കില്ല. എന്താണാവോ കാര്യം? നല്ല വാർത്ത വല്ലതും തരാൻ വേണ്ടി ആയിരിക്കുമോ? അതോ? ജീവൻ അങ്ങോട്ട് വിളിച്ചു. ആദ്യത്തെ പ്രാവശ്യം കോൾ അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും പരിശ്രമിച്ചു. മറുതലയ്ക്കൽ നിന്നും മോഹനൻ സാറിൻ്റെ ശബ്ദം കേട്ടു. നീ അന്ന് പറഞ്ഞപ്പോഴും നിൻ്റേത് കരിനാക്കല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ വിചാരം തെറ്റായിപ്പോയി. അത് കരിനാക്ക് തന്നെ. ഇതിപ്പോൾ നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോടാ. സംഭവിക്കുമെന്ന് കരുതിയ കാര്യമാണെങ്കിലും താൻ പറഞ്ഞത് തന്നെ സംഭവിച്ചപ്പോൾ ജീവനും ചെറിയ ഞെട്ടലുണ്ടായി. എങ്ങനെ ഞെട്ടലുണ്ടാകാതിരിക്കുമെന്നേ? തൻ്റെ മേലുദ്യോഗസ്ഥനായിരിക്കുമോ കൊലയാളിയുടെ കൊലക്കത്തിക്കിരയായത്? അത് തന്നെ സംഭവിക്കും എന്ന് കരുതിയൊന്നുമല്ല അന്ന് മോഹനൻ സാറിനോട് പറഞ്ഞത്. പിന്നെ സാറിനോടാകുമ്പോൾ തനിക്ക് ഏത് കാര്യവും പറയാമല്ലോ എന്നതുകൊണ്ടാണ്. ജീവൻ സംശയിച്ചത് ശരിയായിരുന്നു. പക്ഷേ അവൻ അത് തടയാൻ കഴിഞ്ഞില്ല. മടിച്ച് ജീവൻ ചോദിച്ചു, ഹമീദ് സാറിന് എന്തു പറ്റി എന്നാണ് സാറ് പറഞ്ഞു വരുന്നത്? ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടത്. സാറിൻ്റെ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പ് ഈ പരമ്പരയിൽ സംഭവിച്ചതുപോലെയുള്ള കൊലപാതകം തന്നെ. കൊലപാതകി നീ ഉദ്ദേശിച്ച അതേ ആൾ തന്നെ ആയിരിക്കും. ഇത് സാധാരണ കൊലപാതകമല്ല. പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ എക്സിക്യൂഷനാണ്. സാറങ്ങോട്ട് പോയിട്ടില്ലല്ലോ? ഞാൻ എത്രയും വേഗം എത്താം. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുകയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് രഞ്ജിത്തിനെയും മഹേന്ദ്രനെയും വിടാം. ഞങ്ങൾ 2 പേരും അങ്ങോട്ട് വരാം. തിരക്കിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മോഹനൻ സാർ പറഞ്ഞതാണ്. എന്നാലും അതല്ലല്ലോ. താൻ ഇപ്പോൾ അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടത് തന്നെയാണല്ലോ ഈ കൊലപാതകവും. അതുകൊണ്ട് ഒരു കാരണവശാലും പോകാതിരിക്കാനോ തെളിവെടുക്കാതിരിക്കാനോ കഴിയില്ല. എന്തെങ്കിലും തെളിവ് കിട്ടുന്നത് അവിടെ നിന്നാണോ എന്ന് പറയാൻ കഴിയില്ല. മോഹനൻ സാറിനോട് അത്രയും പറഞ്ഞിട്ട് രഞ്ജിത്തിനെ അടുത്തേക്ക് വിളിച്ചു. രഞ്ജിത്തിനും മനസ്സിലായി എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം. അടുത്ത കൊലപാതകം തന്നെ ആയിരിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് അടുത്തേക്ക് വന്നത്. അങ്ങനെ തന്നെ ചോദിക്കുകയും ചെയ്തു. നിന്റെ 6-ാം ഇന്ദ്രിയം പ്രവർത്തിച്ചതുപോലെ തന്നെ സംഗതി അതുതന്നെ. പക്ഷെ കൊല്ലപ്പെട്ടത് സേനയിലുള്ള ഒരാളാണെന്നുള്ളതാണ് പ്രധാന കാര്യം. ഹമീദ് സാറല്ലേ? നമ്മൾ അന്നേ കണക്ക് കൂട്ടിയതല്ലേ? അതിപ്പോൾ സംഭവിച്ചു എന്നല്ലേ ഉള്ളൂ. എന്നായാലും സംഭവിക്കുമെന്ന് കരുതിയത് തന്നെയാണെങ്കിലും അത് സംഭവിച്ചപ്പോൾ ഒരു വിഷമം പോലെ. കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾക്ക് സംഭവിക്കുമ്പോൾ അത് കൂടുതൽ വിഷമമായിരിക്കുമല്ലോ. തന്നെയുമല്ല, ഇനിയൊരു കൊലപാതകം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം എന്നൊക്കെ മോഹനൻ സാർ പറഞ്ഞതാണ്. പക്ഷെ അത് തടയാൻ തനിക്ക് കഴിഞ്ഞില്ല. ഞാനും ജോസ് മാത്യുവും കൂടി ഹമീദ് സാറിൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ നിന്നും എന്തെങ്കിലും കിട്ടിയെങ്കിലോ? നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഒന്നുകിൽ പീതാംബരൻ അല്ലെങ്കിൽ ശ്രീധരൻ, ഈ 2 പേരെയുമോ അതിലൊരാളെയോ കണ്ടിട്ട്
അവനെപ്പറ്റി വിശദമായി അന്വേഷിക്കണം. പറയുന്നത് റെക്കോർഡ് ചെയ്തെടുത്തു. അതാകുമ്പോൾ പിന്നെ നമുക്ക് വരയനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരില്ല. കൃത്യമായി കേൾപ്പിച്ചു കൊടുത്താൽ തന്നെ അതിനനുസരിച്ചുള്ള ചിത്രം അവൻ വരച്ചുകൊള്ളും. വളരെ തിരക്കിട്ട് നീക്കങ്ങൾ നടത്തേണ്ട സമയമാണ്. അതുകൊണ്ട് കൂടുതൽ ഒന്നും സംസാരിക്കാതെ ജീവനും ജോസ് മാത്യുവും മോഹനൻ സാറിൻ്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. മറ്റ് രണ്ടുപേരും പീതാംബരനെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലേക്ക് പോയി. ജീവൻ ജോസ് അവിടെ എത്തുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും മോഹനൻ സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു. അവർ ആരും തന്നെ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടില്ല. അവരെല്ലാം എത്തിച്ചേരാൻ കാരണം കൊല്ലപ്പെട്ടത് പോലീസ് സൂപ്രണ്ടാണ് എന്നതുകൊണ്ടാണ്. അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ കാര്യങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും സല്യൂട്ട് നൽകിയതിന് ശേഷം ഇനി എന്താണ് നീക്കം എന്നറിയാനായി മോഹനൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ മോഹനൻ സാർ ജീവനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കൊലയാളി പോലീസ് സേനയെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ DIG തരുൺജിത്ത് ജീവനോട് ചോദിച്ചു, ഈ കൊലപാതക പരമ്പരയുടെ കേസ് അന്വേഷിക്കുന്നത് നിങ്ങളല്ലേ? എന്നിട്ട് ഹമീദ് സാറിലേക്ക് കൊലപാതകയുടെ ലക്ഷ്യം നീളുന്നതായി തോന്നിയില്ലേ? ഹമീദ് സാറിലേക്ക് എത്തുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടല്ലോ എന്നാണ് ഞാൻ കരുതിയത്. ചെറിയൊരു സംശയം ഞാൻ മോഹനൻ സാറിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് നടപടിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഇത് സംഭവിച്ചില്ലേ? ഇനി അടുത്ത ടാർഗറ്റ് ആരാണ്? അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുക. നമ്മളെക്കാൾ കുറച്ചുകൂടി മുൻപിലായിരിക്കുമല്ലോ ക്രിമിനലുകളുടെ നീക്കം. നമ്മൾ മനസ്സിൽ കാണുമ്പോഴേക്കും മരത്തിൽ കാണുന്നവരാണ് അവർ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സംഘടിത ശക്തി ഉണ്ടായിട്ട് കൂടി അവർക്കിത് ചെയ്യാൻ കഴിയുന്നത്. അവർക്കല്ലെങ്കിലും ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. നമ്മൾ പിന്നെ ഫോഴ്സിൻ്റെ ബലത്തിൽ അവരെ കുടുക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിൽ തന്നെ പലരും നമ്മളെക്കാൾ കഴിവുള്ളവരാണെന്ന് സമ്മതിച്ചേ പറ്റൂ. അവരൊന്നും മത്സര പരീക്ഷ എഴുതി മാനദണ്ഡങ്ങൾ പാലിച്ച് ജോലിക്ക് കയറിയില്ല എന്നേ ഉള്ളൂ. അവരുടെ വഴി മറ്റൊന്നായി പോയി. ആ വഴിയിൽ അവർ വിദഗ്ധമായി കർമ്മം ചെയ്യുന്നു. അങ്ങനെ സംശയമുണ്ടായിരുന്ന സ്ഥിതിക്ക് ഹമീദ് സാറിനോട് ഇക്കാര്യം പറയുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? മുൻകരുതലുകൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നേ ഞാൻ പറയുകയുള്ളൂ. എങ്കിൽ ചിലപ്പോൾ ക്വാർട്ടേഴ്സിൽ പോയി ഒറ്റയ്ക്കുള്ള താമസമെങ്കിലും സാർ ഒഴിവാക്കുമായിരുന്നു. എന്നാൽ ചിലപ്പോൾ ജീവൻ രക്ഷിക്കാനും നമുക്ക് കഴിയുമായിരുന്നു. ഒരു തെറ്റ്, ഒരു ചെറിയ ഡിലേ, അതല്ലേ ഒരു ജീവൻ നഷ്ടമായത്? അത് തരുൺജിത്ത് സാറിന് ഹമീദ് സാറിൻ്റെ സ്വഭാവം അറിയാത്തതുകൊണ്ടാണ്. സാർ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. ചെറുപ്പക്കാരനായതുകൊണ്ട് ആത്മാർത്ഥത പരമാവധിയിൽ നിൽക്കുകയുമാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയേ തോന്നുകയുള്ളൂ. കുറച്ച് പാകതയും പക്വതയും വരാനുണ്ട്. പക്ഷേ ഹമീദ് സാർ ആരാണ് മോൻ? വിവരം മോഹനൻ സാറിനോടാണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സാറിനോട് തനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയുമില്ല. ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞാലും ഹമീദ് സാറിൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ കുറേ നാളുകളായി അദ്ദേഹത്തിനെ കാണുന്നതല്ലേ. സാറിൻ്റെ താമസം ആര് നിർബന്ധിച്ചാലും ഉത്തരവ് തന്നെ കൊടുത്താൽ പോലും ഇപ്പോൾ ഉള്ള ഇടത്തു നിന്നും മാറ്റുകയില്ല. എന്നും ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നതിനാണ് സാറിനിഷ്ടം. അതാണ് സാറിന് നല്ലതും. ജീവൻ എന്തോ മനസ്സിൽ വെച്ചാണ് പറയുന്നത് എന്ന് തരുൺജിത്തിന് തോന്നി. അറിഞ്ഞിടത്തോളം
അവൻ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അതിവിദഗ്ധനാണ്. ജീവൻ മികച്ച ഉദ്യോഗസ്ഥനാണെന്ന കാര്യം ഇവിടെ വന്ന കാലം മുതൽ തന്നെ കേൾക്കുന്നതാണ്. തൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിന് കീഴിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഹമീദിനെപ്പറ്റി മിക്കവാറും നല്ലതല്ലാത്ത എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ജീവൻ്റെ കൈവശമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അയാൾ അങ്ങനെയൊക്കെ പറയുന്നത്. വന്നത് വന്നു. ഇനിയിപ്പോൾ സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ക്രൈം സീനിലേക്ക് പോകാം. അവരവിടെ എത്തുമ്പോഴേക്കും ലോക്കൽ സ്റ്റേഷനിൽ നിന്നുള്ളവർ ക്രൈം സീൻ ഭദ്രമായി സംരക്ഷിച്ചു കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പത്രക്കാരും നാട്ടുകാരുമെല്ലാമായി കുറേ പേർ പുറത്ത് കാത്തുനിൽപ്പുണ്ട്. വരുന്ന ഓരോ മേലുദ്യോഗസ്ഥനോടും പത്രക്കാർ അവരുടെ അഭിപ്രായങ്ങൾ തേടുന്നുണ്ടായിരുന്നു. തരുൺജിത്ത് ഇറങ്ങിയപ്പോൾ തന്നെ പത്രക്കാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. അദ്ദേഹം ഒന്നും വിട്ടു പറഞ്ഞില്ല. ഞാൻ വന്നതല്ലേ ഉള്ളൂ, പോയിട്ട് വരാം എന്ന രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നിട്ട് തിരക്കിട്ട് ക്രൈം സീനിലേക്ക് നടന്നു. തൊപ്പി ഊരിമാറ്റി ആദരവ് പ്രകടിപ്പിച്ചതിന് ശേഷം തടസ്സമായി വെച്ചിരുന്ന റിബൺ ഉയർത്തി അതിനടിയിൽ കൂടി സീനിലേക്ക് പ്രവേശിച്ചു. ക്രൈം സീനിൽ ഒരു ക്ലൂ ഉണ്ടായിരുന്നു. അത് കാണാൻ കഴിയുന്നവർ വളരെ കുറച്ച് ആളുകൾ മാത്രം. മുൻപ് പലതവണയും കണ്ടിട്ടുള്ളതുപോലുള്ള കൊലപാതകം തന്നെ. രക്തം തളം കെട്ടിക്കിടക്കുന്നു. ഏറ്റുമുട്ടലുകളുടെയോ പിടിവലിയുടെയോ ഒരു ലക്ഷണവും ഇല്ലതാനും. കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ അക്കങ്ങൾ അവിടെയുണ്ടോ എന്നായിരുന്നു ജീവൻ്റെ നോട്ടം. അത് കാണാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും സാറിനെ കൊന്നിട്ടുണ്ടാവുക? ഈ കേസിൽ കൊലയാളിയുടെ ഓരോ നീക്കവും ഒരു പടി മുന്നിലാണ്. എന്തൊക്കെയായിരിക്കും സാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത്രയും ശക്തനും പരിശീലനം ലഭിച്ചയാളുമായ ഒരാളിനെ ഇത്ര ലളിതമായി വകവരുത്താൻ കഴിയണമെങ്കിൽ കൊലയാളി അതിശക്തനും പ്രഗത്ഭനും ആയിരിക്കേണ്ടതല്ലേ? അതാരായിരിക്കും? കൊലയാളിയുടെ അടുത്ത ലക്ഷ്യം ആരായിരിക്കും? ജീവനും സംഘവും കൊലയാളിയെ കണ്ടെത്തുമോ? അതോ വീണ്ടും ഒരു കൊലപാതകമോ? അറിയാൻ അടുത്ത ഭാഗം കേൾക്കാൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തേക്കണേ. അടുത്ത ഭാഗവുമായി മറ്റന്നാൾ വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.